പക്ഷേ തമിഴരും മലയാളികളുമായ പലരും ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യാനാണ് താൽപ്പര്യം കാണിക്കുന്നത്. എന്നാൽ കാന്തല്ലൂർ ആപ്പിൾ എന്ന പേരിൽ വിപണിയിലെത്തുന്ന ആപ്പിളിന് ആവശ്യക്കാരുണ്ട്. രാസവള പ്രയോഗമോ കീടനാശിനി ചികിത്സയോ ഇല്ലാതെ പുതുമയോടെ വിപണിയിലെത്തിക്കാൻ കഴിയുന്നതാണ് കാന്തല്ലൂരിലെ നാടൻ ആപ്പിളുകൾ. കൊടൈക്കനാലിൽ നിന്ന് 1975 കാന്തല്ലൂരിലെത്തിയ വ്യക്തിയാണ് ഡി ഐസക്. കാന്തല്ലൂരിലെ കൃഷിക്കാരെ ആപ്പിൾ കൃഷിയുടെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചതിൽ ഐസക്കിന് ചെറുതല്ലാത്ത പങ്കുണ്ട്. തുടർന്ന് അദ്ദേഹം നഴ്സറി തുടങ്ങി. നല്ല വിളവ് തരുന്ന 5 വ്യത്യസ്ത ഇനം ആപ്പിൾ ചെടികൾ ഇപ്പോൾ ഈ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ 3 ഇനങ്ങൾ ഏറ്റവും മികച്ച കായ്ഫലമാണ് തരുന്നതെന്ന് ഐസക് അവകാശപ്പെടുന്നു. തൈ കൊടുത്ത് എല്ലാം ഇപ്പോൾ ഈൽഡ് ആയി. ഇപ്പോൾ 5 വെറൈറ്റീസ് ആപ്പിൾ ഇവിടെ നല്ല ഈൽഡ് ആകുന്നുണ്ട്. അതുപോലെ ശരിക്കും ഈൽഡ് എന്ന് വെച്ചാൽ 3 വെറൈറ്റിയാണ് ഇപ്പോൾ ശരിക്കും ഈൽഡ് ആയത്. ഇപ്പോൾ 2 വെറൈറ്റി ഇപ്പോൾ ഈൽഡ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു വർഷം കൂടി ആകുമ്പോൾ അതും കൂടി ഈൽഡ് ആവും. കൊടൈക്കനാലിൽ നിന്ന് കാന്തല്ലൂരിലെ മണ്ണിലേക്ക് ആപ്പിൾ എത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടുകയും നിറവ്യത്യാസമുണ്ടാവുകയും ചെയ്യും. വലിപ്പക്കൂടുതലുള്ളതിനാൽ കായയുടെ എണ്ണം കുറവായിരിക്കും. 3 തരത്തിൽപ്പെട്ട അണുബാധയാണ് ആപ്പിൾ ചെടികളെ സാധാരണഗതിയിൽ ബാധിക്കാറ്. ഇവയെ കണ്ടെത്തി ഉടൻ മരുന്ന് ചെയ്യേണ്ടതുമുണ്ട്. ആപ്പിളിനെ ബാധിക്കുന്ന മറ്റൊരു രോഗം വേരുചീയലാണ്. വേരുകൾക്ക് രോഗം വന്നാൽ ചെടി തന്നെ ഉണങ്ങിപ്പോകുന്നതിന് അത് കാരണമാകും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ആപ്പിൾ ചെടികൾ പൂവിടുന്ന കാലം. പൂവുണ്ടായി 6 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പാണ്. ആ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടുത്തെ കർഷകന്റെ മനസ്സ് തെളിയുന്നത്. പിച്ചീസ്, പ്ലംസ്, മാതള നാരകം തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റു പ്രധാന കൃഷികൾ. മാതള നാരകത്തിന് വളരെ സജീവമായ വിപണിയും കൃഷിസ്ഥലവും അടുത്ത കാലത്തായി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ചെലവ് കുറഞ്ഞ വിധത്തിൽ ഏറ്റവും ആദായമുണ്ടാക്കാൻ കഴിയുന്ന കൃഷികളിലൊന്നാണ് പ്ലം. കുരുമുളപ്പിച്ച് തൈ നടുകയോ ബെഡ് ചെയ്ത് നടുകയോ ചെയ്യാവുന്നതാണ്. കുരുവിൽ നിന്നുണ്ടാകുന്ന തൈയാണെങ്കിൽ 4 വർഷം കഴിയാതെ വിളവ് ലഭിച്ചു തുടങ്ങുകയില്ല. അതേസമയം 5 വർഷമെങ്കിലും പ്രായമെത്തിയ പിച്ചീസ് മരത്തിൽ ബഡ് ചെയ്ത പ്ലം ചെടിയാണെങ്കിൽ പിറ്റേ വർഷം തൊട്ട് കായ്ഫലം കിട്ടും. വർഷത്തിൽ ഒരു മരത്തിൽ നിന്ന് 150 കിലോ പഴം ശേഖരിക്കാൻ കഴിയും. വിശിഷ്ടമായ രുചിയുള്ള പഴമാണ് പ്ലം. തോട്ടത്തിൽ വച്ച് തന്നെ വിറ്റാൽ 7 രൂപ കിട്ടും. പുറത്തെ വിപണിയിൽ ഇത് 15 രൂപയായി മാറും. ഒരു പ്ലംസ് മരത്തിൽ 200 കിലോ മുതൽ 500 കിലോ വരെ ഒരു പ്ലംസ് മരത്തിൽ കായ്ക്കുന്നുണ്ട്. തട്ടുതട്ടായി കിടക്കുന്ന താഴ്വാരങ്ങൾ. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. ഇലകൾക്കും കായ്കൾക്കും ഒരേപോലെ ഗുണവും ഭംഗിയുമുള്ള പഴവർഗ്ഗ ചെടികൾ ഇവിടുത്തെ മനുഷ്യർക്ക് പുറം ലോക ബന്ധമുണ്ടാക്കി കൊടുക്കുന്നു. കരിനീല ആകാശം സാക്ഷി നിൽക്കുന്ന സായാഹ്നത്തിൽ കാന്തല്ലൂർ ലയിച്ചു കിടക്കുന്നു. പലരും സ്വന്തം സ്ഥലത്തിൻ്റെ പകുതിയിൽ പച്ചക്കറി നടുന്നു. സുരക്ഷ നോക്കുന്നതാണ്. 10,000 രൂപ മുതൽ മുടക്കി കൃഷി ചെയ്യുന്ന സാധാരണക്കാരന് വ്യാപാര നഷ്ടം താങ്ങാനാവുന്നതല്ല പലപ്പോഴും. അതിനാൽ വലിയ പരീക്ഷണങ്ങൾക്ക് തുനിയാതെ പകുതി സ്ഥലത്ത് വേറെ കൃഷി ചെയ്യുന്നു. ഇത് സാധാരണക്കാർക്കും മേൽത്തട്ടിലുള്ളവർക്കും ഒന്നുപോലെ ബാധകമാണ്. ഈ ഭയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ കാന്തല്ലൂരിലും മറയൂരിലും പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം ഇന്നത്തേതിൻ്റെ ഇരട്ടിയാകും. കേരളത്തിൻ്റെ പഴക്കൂട എന്ന വിശേഷണം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകും. ആ കാലം സംജാതമാകട്ടെ എന്ന് ഇവിടുത്തെ കർഷകർക്കൊപ്പം നമുക്കും ആഗ്രഹിക്കാം. ഹരിത ഭാരതം.